ഹായ് ഫ്രണ്ട്സ്, കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഓൾഡ് CRT 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ മണ്ണിൽ പൊന്നു വിളയിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്ററിൻ്റെ പേരൊരിക്കൽ കൂടി, സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഓൾഡ് CRT ആണ് കേട്ടോ. നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾ അവരുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടം പരിപാലിക്കുന്നതാണ് തന്നിരിക്കുന്നത് അല്ലേ. കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു തോട്ടം തന്നിരിക്കുന്നു. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി പടരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന് തടമെടുത്ത് വളമിട്ടു, നനയ്ക്കുകയും ചെയ്തു. നന്നായി പടർന്നു വളർന്നെങ്കിലും 2-3 കായ്കൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നല്ല വിളവ് ലഭിക്കാൻ പരിചരണം മാത്രം മതിയോ, മറ്റെന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ വേണം, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ഒക്കെ വേണം അല്ലേ. വിത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അപ്പോൾ വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്, അതായത് ഏത് വിത്ത് നട്ടാലാണ് കൂടുതൽ കായ്ഫലം ലഭിക്കുക. അതുപോലെ രോഗബാധയുള്ള ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിച്ചാൽ അത് പിന്നീടുള്ള വിളവിനെ ബാധിക്കുമോ? ഒരു ചെടിയിൽ ആദ്യം ഉണ്ടാവുന്ന കായ്കളാണോ, ഇടയ്ക്കുണ്ടാവുന്ന കായ്കളാണോ, അവസാനം ഉണ്ടാവുന്ന കായ്കളാണോ വിത്തിന് വേണ്ടി എടുത്തു വയ്ക്കേണ്ടത്? ഏതാണ് എടുത്തു വയ്ക്കേണ്ടത്? ഇടയ്ക്കുണ്ടാവുന്ന കായ്കളാണ് കേട്ടോ. ഏറ്റവും ആദ്യം ഉണ്ടാവുന്നതും വയ്ക്കാൻ പാടില്ല, ഏറ്റവും അവസാനം ഉണ്ടാവുന്നതും വയ്ക്കാനായിട്ട് പാടില്ല. മധ്യകാല ഫലങ്ങളിൽ നിന്ന് വേണം വിത്ത് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി പാകി മുളപ്പിക്കൽ, തണ്ട് മുറിച്ച് നടൽ, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ചില ചെടികളൊക്കെ നമ്മളെങ്ങനെയാണ് തണ്ടാണ് മുളപ്പിക്കുന്നത്, ചിലതിൻ്റെ വിത്താണ് അല്ലേ. അപ്പോൾ നോക്കാം, വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് നമുക്ക് വിളിക്കാം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും. അപ്പോൾ കായിക പ്രജനനം എന്ന് പറയുമ്പോൾ എന്താണ്? തണ്ടിൻ്റെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഓക്കെ, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് കായിക പ്രജനനം എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി പതിവയ്ക്കലിനെ കുറിച്ചാണ്. പതിവയ്ക്കൽ എന്താണ്? പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ്. അപ്പോൾ പതിവയ്ക്കൽ എല്ലാ ചെടികളിലും ഫലപ്രദമാവില്ല. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട അങ്ങനെയുള്ളതിലൊക്കെയാണ് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ പതിവയ്ക്കൽ? തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കണം. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ, കണ്ടല്ലോ. ഇവിടെ ഈ ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. 2 അറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നന കൊടുക്കണം. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നത് വരെ ചട്ടിയിൽ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്കത് വേറൊരു ചെടിയായിട്ട് നടാനായിട്ട് സാധിക്കും. അപ്പോൾ പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. കണ്ടോ, അത് നല്ല എളുപ്പമാണ് അല്ലേ, കട്ട് ചെയ്യൊന്നും വേണ്ട. ഇത് കണ്ടോ, മുല്ലയുടെയൊക്കെ കമ്പാണെങ്കിൽ നമുക്കിങ്ങനെ താഴ്ന്നു വരുമ്പോൾ ഇവിടെ വേര് പിടിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു സസ്യമായിട്ട് നടുകയും ചെയ്യാം. ഓക്കെ, മിക്ക ചെടികളും പതി വെച്ച് വളർത്താനായിട്ട് സാധിക്കും. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതി വെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ വലിപ്പവും കുറവായിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ചെടികളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പതി വെച്ച് വളർത്താനായിട്ട്, ലെയറിങ്ങിലൂടെ വളർത്താനായിട്ട് സാധിക്കും. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്രയും ആയുർദൈർഘ്യം പതി വെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടാവില്ല. അതുപോലെ വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. രോഗബാധയുള്ള ചെടികളിൽ പതി വെച്ചാൽ പുതിയ ചെടികൾക്കും രോഗബാധയുണ്ടാകും. വിത്ത് മുഖേന ഉൽപ്പാദിച്ചെടുക്കുന്ന ചെടിയേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നത് മറ്റൊരു മേന്മയാണ്.
തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. നാരുവേര് പടലമായിരിക്കും ഉണ്ടാവുക അല്ലേ. തായ് വേരും നാരുവേരും നമ്മൾ പഠിച്ചതാണ്. നാരുവേരെന്ന് പറയുമ്പോൾ എന്താണ്, ഫൈബ്രസ് റൂട്ടാണ്. തണ്ടിൽ നിന്ന് ഇങ്ങനെ എന്താണ് നാര് പോലെ ഒരുപാട് റൂട്ടുകളാണ് നാരുവേര് പടലത്തിൽ. തായ് വേര് പടലം എന്ന് പറഞ്ഞാലോ ഒരു മെയിൻ റൂട്ട് പോകുന്നുണ്ടാകും. അതിൽ നിന്ന് പിന്നെ നമുക്ക് ചെറിയ ചെറിയ റൂട്ടുകൾ അല്ലേ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെയിൻ റൂട്ട് ആണ് എന്ത്, മെയിൻ റൂട്ടുള്ള മാവ്, പ്ലാവ് അങ്ങനെയുള്ള സസ്യങ്ങളിലൊക്കെ എന്താണ് തായ് വേര് പടലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. കണ്ടല്ലോ, ഈ ഒരു ചെടിയിലൊക്കെ എങ്ങനെയാണ് ഫൈബ്രസ് റൂട്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ, കണ്ടോ. ഓക്കെ, അപ്പോൾ ഫൈബ്രസ് റൂട്ടായിരിക്കും ലെയറിങ്ങിൽ ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ കൂടുതൽ പരിചരണം ആവശ്യമായിട്ടും വരും. ഇനി കൊമ്പ് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പ് ഒട്ടിക്കൽ. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണ് ഇത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് എന്ന് പറയാം. ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ എന്നും പറയാം. അപ്പോൾ സ്റ്റോക്ക്, സയൻ. അപ്പോൾ വലിയ ചെടി അല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ വലിയ ചെടിയാണ് എന്ത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കമ്പുണ്ടല്ലോ, ആ ഒരു കൊമ്പിനെയാണ് എന്ത് പറയുന്നത്, സയൻ എന്ന് പറയുന്നത്. നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മൽഗോവയുടെ കൊമ്പ് സയനുമാണ്. ഈ പ്രവർത്തനം നമുക്ക് ചെയ്ത് നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ സയനും സ്റ്റോക്കിനും 1.5 മീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. ഇനിയോ ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വയ്ക്കുക. സയനിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂൽ കൊണ്ട് വരിഞ്ഞു കെട്ടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ, മെഴുകു തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയനും പകുതി മുറിക്കുക. 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ച് മാറ്റുകയും വേണം. ഓക്കെ, പുതിയ രീതിയിലുള്ള ഈ ചെടി ഉൽപ്പാദിപ്പിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഒരു നാടൻ മാവിൻ്റെ തൈയിൽ മറ്റേതെങ്കിലും ഇനം മാവിൻ്റെ കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എഴുതാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം. ഓക്കെ, ഒട്ടിക്കുന്ന കമ്പ് അറിയപ്പെടുന്നത് സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ കമ്പൊട്ടിക്കൽ ഫലപ്രദമാവുന്ന ചെടി മാവാണ് കേട്ടോ. മാവിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഫലപ്രദമാകുന്നത്. ഇനി അടുത്തത് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ. എങ്ങനെയാണ്, ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. ഇവിടെ കമ്പല്ല ഒട്ടിക്കുന്നത്, എന്താ ചെയ്യുന്നത്, മുകുളമാണ് കേട്ടോ. മുകുളമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു പൂച്ചെടിയിൽ പല ഇനം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഈ രീതി നമുക്ക് പ്രയോജനപ്പെടുത്താം. നാടൻ ഇനത്തിൽ മറ്റിനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. മുകുളം ഒട്ടിക്കൽ നടത്തുന്നത് എങ്ങനെയാണെന്നാണ് തന്നിരിക്കുന്നത്. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ ടി ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി അടർത്തി വയ്ക്കുക. ടി ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരികെ വയ്ക്കുക. മുകുളം പുറത്ത് കാണത്തക്ക വിധം പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. വെള്ള റോസപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയുടെ മുകുളം ഒട്ടിച്ചു നോക്കുക. നാടൻ ഇനം റോസയിൽ മികച്ച ഇനത്തിൻ്റെ മുകുളം ഒട്ടിക്കുകയും ആവാം അല്ലേ. അങ്ങനെയുള്ള ചെടികളല്ലേ, ബഡ് ചെയ്ത ചെടികളാണ് നമ്മൾ മിക്കവാറും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ളത്, പ്രത്യേകിച്ച് റോസ് പോലെയുള്ള ചെടികളൊക്കെ. ഓക്കെ, അപ്പോൾ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ എന്ത് ചെയ്യണം, ടി ആകൃതിയിൽ മുറിവുണ്ടാക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആ മുകുളം അവിടെ വെച്ച് കെട്ടണം. നന്നായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഗുണങ്ങൾ ചേർന്നാൽ നോക്കാം. ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇതുപോലെയുള്ള മാർഗ്ഗങ്ങളാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ആദ്യം 2 തെങ്ങ് തന്നിട്ടുണ്ട്. നീളം കൂടിയ ഇനം, അതായത് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നൊരിനം തെങ്ങിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ചാവക്കാട് ഓറഞ്ച് എന്ന നീളം കുറഞ്ഞ ഇനം, അതായത് ഡ്വാർഫ് തെങ്ങിൻ്റെ ഗുണങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നീളം കൂടിയ ഇനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, 20 to 30 മീറ്റർ ഉയരം ഉണ്ടായിരിക്കും. 6 to 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും.
80 to 100 വർഷത്തെ ആയുസ്, പച്ച നിറമുള്ള തേങ്ങയായിരിക്കും. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഓക്കെ, അപ്പോൾ ഓർഡിനറി ആയിട്ടുള്ള തെങ്ങാണ്, വളരെ ടോൾ ആയിട്ടുള്ള തെങ്ങാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഇനങ്ങളൊക്കെ കിട്ടും. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പോൾ 20 to 30 മീറ്റർ ഉയരം, 6 to 10 വർഷം വേണം കായ്ഫലം ലഭിക്കാൻ, 80 to 100 വർഷത്തെ ആയുസ്, പച്ച നിറമുള്ള തേങ്ങ. ഇനി നീളം കുറഞ്ഞ ഇനം അല്ലെങ്കിൽ ഡ്വാർഫ് തെങ്ങിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കാം. 8 to 10 മീറ്റർ ഉയരമായിരിക്കും ഉണ്ടാവുക. പിന്നെയോ 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. 30 തൊട്ട് 35 വർഷം വരെ ആയുസേ ഉള്ളൂ. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങയായിരിക്കും. ഇവിടെ കണ്ടോ, ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗ ബോന്തം, ഇതൊക്കെയാണ് ഈ ഡ്വാർഫ് തെങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗ ബോന്തം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇനി എന്താ ചെയ്യുന്നത്? നീളം കൂടിയ ഇനങ്ങളുടെയും നീളം കുറഞ്ഞ ഇനങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി 2 ഇനങ്ങളും കൂടി ചേർന്ന്, ട്വാളും ഡ്വാർഫും തമ്മിലും കൂടെ ചേർന്ന് പുതിയ ഇനം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിന് എന്തൊക്കെ സവിശേഷതകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സവിശേഷതകളിലേക്ക് വരാം. എന്തൊക്കെയാണെന്ന് നോക്കാം. വർഗ സങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. എന്താ പറഞ്ഞത്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ 2ൻ്റെയും ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളും ഉണ്ടാവും. സമ്മിശ്ര ഗുണത്തിലുള്ളവയും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. പിന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. നീളം കൂടിയ ഇനം തെങ്ങിൻ്റെ ആ ഒരു പേരുകൾ പഠിച്ചു വെച്ചേക്കണം. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കുറഞ്ഞ ഇനമാണെങ്കിൽ ഓറഞ്ച് അല്ലേ, ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗ ബോന്തം. ഓക്കെ, ഇനി അടുത്ത സെക്ഷനോട് തന്നിട്ടുണ്ട്, പേരുകൾ നോക്കണം. സങ്കര ഇനം തെങ്ങിൻ്റെയാണ്. അപ്പോൾ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഈ ചന്ദ്ര, ലക്ഷ അങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ടാൽ അപ്പോൾ ഓർത്തോളണം അതെന്താണ്? തെങ്ങാണ്. അപ്പോൾ ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ, ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് കണ്ടോ, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ചന്ദ്രലക്ഷ എന്ന സങ്കര ഇനം തെങ്ങ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഇനി ചന്ദ്രശങ്കര എന്താണ്? ഇതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച്, ചന്ദ്ര എന്ന് കേൾക്കുമ്പോൾ അവിടെ ചാവക്കാട് ഓറഞ്ചുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ശങ്കര എന്നത് വെസ്റ്റ് കോസ്റ്റ് ടോളാണ്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ഇനി ലക്ഷഗംഗ, ലക്ഷഗംഗ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറി ആയി കണക്ട് ചെയ്യണം. ഗംഗ, ഗംഗാ ബോന്തവുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇത് ടോളിൻ്റെ ഒരു ക്വാളിറ്റിയും ഡ്വാർഫിൻ്റെ ഒരു വെറൈറ്റിയും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേരുകൾ ചന്ദ്ര, ലക്ഷ, ഈ പേരുകളൊക്കെ സങ്കര ഇനം തെങ്ങുമായി ബന്ധപ്പെട്ടതാണ്, ഓർത്ത് വെച്ചേക്കണം. പിന്നെ വരുന്നത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ല് അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് അല്ലാത്തത് ഏത്? അങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പരിചയപ്പെടാം. നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ഇതൊക്കെ എന്താണ്? മികച്ച നെൽവിത്ത് ഇനങ്ങളാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി പയർ, പയറാണെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇതൊക്കെ പയറിൻ്റെ ഇനങ്ങളാണ്. പച്ചമുളക് പിന്നെ നമുക്ക് ഓർത്തിരിക്കാം. ഉജ്ജ്വല, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ ഇതൊക്കെ എന്താണ്? ഉജ്ജ്വല, ഭയങ്കര ജ്വലനമാണ് അല്ലേ? നമുക്ക് പച്ചമുളക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവാണ്, അപ്പം ഭയങ്കര ജ്വലനമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഉജ്ജ്വലം, ഉജ്ജ്വലം, അപ്പോൾ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇനി വെണ്ടയാണെങ്കിലോ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി ഇവയൊക്കെ വെണ്ടയുടെ വെറൈറ്റിയാണ്. ഇനി വഴുതനയാണെങ്കിൽ സൂര്യ, ശ്വേത, ഹരിത, നീലിമ അല്ലേ? നീല നിറത്തിൽ എന്തുണ്ട്? വയലറ്റ് കളറിൽ, പർപ്പിൾ കളറിൽ വഴുതന ഉണ്ടല്ലോ, പിന്നെ പച്ച കളറിലും ഉണ്ട്. ശ്വേത, സൂര്യ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ. ഓക്കെ,
അപ്പോൾ ഈ 6 വെറൈറ്റി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. പിന്നെ തെങ്ങിൻ്റെയും അങ്ങനെ 7 സങ്കര ഇനം വെറൈറ്റികളുടെ പേര് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നെല്ലാണെങ്കിൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇനി മാലിക എന്നൊക്കെ പറയുമ്പോൾ മാല എങ്ങനെയാണ് പയർ പോലെ നീണ്ടതാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഭാഗ്യലക്ഷ്മിയും ജ്യോതികയൊക്കെ എന്ത് ചെയ്തു? മാല അണിഞ്ഞു. ഓക്കെ, പയർ. പിന്നെ വരുന്നത് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അതൊക്കെ പച്ചമുളകിൻ്റെയാണ്. വെണ്ടയാണെങ്കിൽ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. പിന്നെ വഴുതനയാണെങ്കിൽ പച്ച നിറത്തിലുണ്ട്, നീല നിറത്തിലുണ്ട്. ഹരിത, നീലിമ. പിന്നെ സൂര്യ, ശ്വേത. തക്കാളിയാണെങ്കിൽ മുക്തി, അനഘ, അക്ഷയ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയപ്പം അവിടെ ക്യൂന് എന്തില്ല? അനക്കമൊന്നും ഇല്ലാഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി ഒരു തക്കാളി എടുത്ത് അക്ഷയ സെൻറ്ററിലേക്ക് എറിഞ്ഞു. അങ്ങനെ ആലോചിക്കുക കേട്ടോ. അക്ഷയ സെൻറ്ററിൽ പോയി ക്യൂന് എന്തില്ല? അനക്കമില്ലാഞ്ഞപ്പോൾ അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി നമ്മളൊരു തക്കാളി എടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. PSC പല ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കാം എന്താണെന്ന്. പ്രിയങ്ക എന്താണ്? സങ്കര ഇനം പാവലാണ് കേട്ടോ. എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത്? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി. ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ പ്രിയങ്ക എന്നത് പാവലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് ഓർക്കുക. ഇനി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചിലവിൽ പരിചരണം, മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാകുന്നതൊക്കെ നമുക്ക് എവിടെ നിന്നാണ്? കാർഷിക മേഖലയിലും നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാർഷിക സർവകലാശാലയിൽ നിന്ന് മികച്ച വിത്തുകളും പിന്നെ തൈച്ചെടികളും ഒക്കെ ലഭ്യമാണ് കേട്ടോ. മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോന്നോളൂ കേട്ടോ. പിന്നെ മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, പിന്നെ കുറഞ്ഞ ചിലവിലുള്ള പരിചരണം, മികച്ച വിത്ത്, നടീൽ വസ്തുവൊക്കെ നമുക്ക് ഈ കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാരണം വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്. ഇനി കേരള കാർഷിക സർവകലാശാല KAU നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് LGS പോലുള്ള എക്സാംസിനൊക്കെ വരും. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വന്നിട്ട് മണ്ണുത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ നമുക്കറിയാലോ കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേരള സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയത്? അത് വാഴക്കുളമാണ് കേട്ടോ. ഇതാ കേരള കാർഷിക സർവകലാശാല പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വാഴക്കുളം, മൂവാറ്റുപുഴയാണ്. വാഴക്കുളം, മൂവാറ്റുപുഴ. ഇത് നമ്മുടെ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. സസ്യവൈവിധ്യം ഈ ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതായത് ഒരു മികച്ച നടീൽ വസ്തുക്കളൊക്കെ നമ്മൾ റെഡിയാക്കിയെന്ന് വയ്ക്കൂ. എന്നാൽ വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ എത്ര നല്ല നടീൽ വസ്തു ഉപയോഗിച്ചാലും നമുക്ക് വിചാരിച്ച ഒരു വിളവ് ലഭിക്കണം എന്നില്ല. ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും എന്നുള്ളതാണ്. അതായത് കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗുണമേന്മയുള്ള വിത്തുകൾ നടണം. പിന്നെ അതുപോലെ തന്നെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായിരിക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇടവിള പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ്. അപ്പോൾ ഈ ഇടവിള കൃഷി എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ വേണ്ടി സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടോ, ഈ വാഴയുടെ ഇടയിൽ എന്ത് നട്ടിട്ടുണ്ട്? ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ അവിടെ വീണ് ജീർണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണിന് വളം കൂടും. അതേസമയം വാഴയുടെ ഇടയിൽ കൂടെ പയറാണ് നടുന്നതെങ്കിലോ ആ
നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ റൂട്ടിലുള്ള കാരണം നൈട്രജൻ ഫിക്സേഷൻ ആ മണ്ണിൽ കൂടുതലായിട്ട് സംഭവിക്കും. അപ്പോൾ ഇടവിള എന്ന് പറയുന്നത് പ്രധാന കൃഷികൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വിളപര്യയം എന്താണ്? വിളപര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളപര്യയം എന്താണ്, ഇടവിള എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇടവിള എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കൃഷി, ഇപ്പോൾ വാഴയാണെങ്കിൽ വാഴ, അതിനിടയിൽ ചേമ്പ്, ചേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടവിളയായിട്ട് നടന്നു. ഇനി വിളപര്യയം എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നു. ഇപ്പോൾ നെൽപ്പാടങ്ങളാണ്, നെല്ലൊക്കെ കൊയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു, പയർ നടുന്നു, ഉഴുന്ന് നടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി പയർ വർഗ്ഗങ്ങൾ, ലെഗുമിനസ് പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. അത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. റൈസോബിയം ബാക്ടീരിയയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരുകളിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ, കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാണ് പയർ അല്ലെങ്കിൽ ഉഴുന്ന് പോലെയുള്ള ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നൈട്രജൻ ഫിക്സേഷനാണ് ഉദ്ദേശിക്കുന്നത്. പിക്ചർ കണ്ടല്ലോ, വേരിൽ എന്തുണ്ട്, ചെറിയ ചെറിയ ബബിൾസ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൈസോബിയം ബാക്ടീരിയ അല്ലെ, റൈസോബിയം ബാക്ടീരിയ എന്തുണ്ട്, ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടിൽ ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. ഇനി വിള പരിപാലനം. ഇവിടെ ഹുക്കുവോക്ക പറയുന്നത് എന്താണ് നോക്കാം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശി അടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മസനോബു ഹുക്കുവോക്ക ജൈവ കൃഷി ഗവേഷകനാണ്. വൈക്കോൽ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മസനോബു ഹുക്കുവോക്ക. ഓർത്ത് വെച്ചേക്കണം അത്. ഓക്കെ, വൈക്കോൽ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മസനോബു ഹുക്കുവോക്ക. ജൈവ കൃഷി ഗവേഷകനാണ്, ജപ്പാൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. ഈ പരമ്പരാഗത ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മസനോബു ഹുക്കുവോക്കയാണ്. ഓക്കെ, അപ്പോൾ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം എഴുതിയത് ആര്? മസനോബു ഹുക്കുവോക്ക. ജൈവ കൃഷി ഗവേഷകനാണ്, പരമ്പരാഗത ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് LGS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ്. ആദ്യം ബയോ പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ. ഇതൊക്കെയാണ് എന്ത്? ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ്. പുകയില കഷായം എന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. ഏതൊക്കെയാണ് ജൈവ കീടനാശിനികളെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ. ഇനി ജൈവ വളങ്ങൾ നോക്കാം. ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി എന്നിവ ജൈവ വളങ്ങളാണ്. അടുത്തൊരു ഭാഗത്ത് ഇത് കണ്ടോ, ഒരു ഇൻ്റർവ്യൂ പോലെയാണ് കൊടുക്കുന്നത്. കർഷകരും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്നും ആവശ്യമില്ല. ഇനി പരുത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ പരുത്തി പറയുന്ന പേരെന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ. അങ്ങനെയെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? ചണം. കളറുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ചണത്തിനൊരു ഗോൾഡൻ കളറല്ലേ, അപ്പോൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ചണമാണ്. അതുപോലെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ പരുത്തിയുമാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി.
പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പരുത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പരുത്തിയും കുരുവും വേർതിരിച്ചെടുക്കും. എന്നിട്ട് ആ പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കും. പരുത്തി കുരു എന്താ ചെയ്യുക? കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും. പരുത്തി കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ആവാം. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ചണം അല്ലെങ്കിൽ ജ്യൂട്ട് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം തല്ലി ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. കണ്ടോ? ഇനി കയർ എന്താണ്? നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി സംയോജിത കൃഷി, ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നോക്കിയേ, ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൃഷിരീതി, സംയോജിത കൃഷിരീതി, ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ കണ്ടോ, എന്താണ്? ഇവിടെ ഒരു താറാവിൻ്റെ കൂട് അല്ലേ? താറാവിൻ്റെ കൂടാണോ കോഴിക്കൂടാണോ? അങ്ങനെ ഒരു കൂട്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന കാഷ്ടമൊക്കെ എങ്ങോട്ടാണ്? അതിൻ്റെ അടിയിലുള്ള വെള്ളത്തിലേക്കാണ് അല്ലേ? അവിടെ എന്തുണ്ട്? മത്സ്യങ്ങളുണ്ട്. അപ്പോൾ മത്സ്യങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് പച്ചക്കറി. ഈ പച്ചക്കറി എങ്ങനെയാണ് അതിനുള്ള വേസ്റ്റ് എവിടുന്ന അല്ല അതിനുള്ള വളം എവിടുന്നാണ് ലഭിക്കുന്നത്? ഇവിടെ കണ്ടൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറി ഗാർഡനിലേക്കുള്ള ഒരു വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബയോഗ്യാസ് എന്ത് ചെയ്യാം? വീട്ടിലേക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ പശുവിൽ നിന്നുള്ള ചാണകം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു സംയോജിത കൃഷിരീതി, അതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കുക. താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി കൃഷിയും കന്നുകാലി വളർത്തലും. ഈ ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 7th സ്റ്റാൻഡേർഡ് ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളത് വിട്ടുകളയരുത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സങ്കര ഇനം നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, പാവൽ, തെങ്ങ്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ വെറൈറ്റീസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇടവിള എന്താണ്, വിളപര്യം എന്താണ്, ഒറ്റ വൈക്കോൽ വിപ്ലവം, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ലെയറിങ്, പതിവയ്ക്കൽ ഫലപ്രദമായിട്ടുള്ള ചെടികളുടെ കൂട്ടത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ചാപ്റ്ററാണിത്. തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്റർ പഠിക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്തെടുക്കുക. താങ്ക് യു ഓൾ. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.